ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് നെഗറ്റീവ് ട്രെൻഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഡൗ ജോൺസ് 362 പോയിന്റും S&P 55 പോയിന്റും നസ്ഡാക്ക് ഫ്ലാറ്റ് ആയിട്ട് 14 പോയിന്റും നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവ് ട്രെൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗിഫ് നിഫ്റ്റി 48 പോയിന്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ചെറിയൊരു 30 പോയിന്റിനുള്ളിലുള്ള ഒരു ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ ഉണ്ടാകാനാണ് സാധ്യത വളരെ കൂടുതൽ. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലത്തെ വീക്കിലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ നല്ലൊരു ബൈയിങ് പ്രഷർ വരാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് ഇന്നത്തെ ദിവസം വീണ്ടും ഇവിടെ ഒരു റീടെസ്റ്റിങ്ങിനുള്ള സാധ്യത ഇന്നല്ലെങ്കിൽ ഈ ആഴ്ചയിൽ ഇന്നലെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് താഴത്തെ വിക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സ്ട്രോങ് ഒരു ബൈയിങ് പ്രഷർ ഇന്നലെ ഇവിടെ നിന്നുണ്ടായിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ സെഷൻ ഉച്ച കഴിഞ്ഞിട്ടാണ് വലിയൊരു പുൾ ബാക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് 25,450 ആ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റിൽ ഇന്നലെ ഉണ്ടായത്. ഒരു വലിയൊരു ബൈയിങ് പ്രഷർ തന്നെയാണ് ഈ ഏരിയയിലുള്ളത്. പ്രീവിയസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഏരിയയിൽ നിന്ന് തന്നെയാണ് ഒരു ബൈയിങ് പ്രഷർ ഉണ്ടായിട്ട് മാർക്കറ്റ് ഏകദേശം 1000 പോയിന്റിന് മുകളിലോട്ട് മാർക്കറ്റ് കയറിപ്പോയത്. 1000 അല്ല, എനിക്ക് തോന്നുന്നു 25,300 ഏകദേശം 900 പോയിന്റ് അടുപ്പിച്ച് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടെ ഇപ്പം കഴിഞ്ഞ കുറേ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കൺസോൾട്ടേഷൻ ആണ്. മാർക്കറ്റ് ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നില്ല, താഴെ വരുമ്പോഴത്തേക്കും ഇവിടെയും സസ്റ്റെയിൻ ചെയ്യുന്നില്ല. മാർക്കറ്റിൽ ഇവിടെ നല്ലൊരു ബൈയിങ് പ്രഷർ ഉണ്ട് ഈ ഏരിയയിൽ. എന്തായാലും ഈ ഒരു ഏരിയ 25,488 25,281 തന്നെ മാർക്കറ്റിന് വീണ്ടും സപ്പോർട്ട് കൊടുക്കാൻ ഇന്നത്തെ ദിവസവും ചിലപ്പോൾ ഒരു നെഗറ്റീവ് ട്രെൻഡിനുള്ള സാധ്യതയുണ്ട്. ഇന്ന് നെഗറ്റീവ് ട്രെൻഡിൽ മാർക്കറ്റ് താഴോട്ട് വന്നാലും ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് കൃത്യമായിട്ട് നല്ലൊരു സപ്പോർട്ട് കൊടുത്ത് ഒരു ഷോർട്ട് കവറിങ് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. മാർക്കറ്റ് മിക്കവാറും രണ്ട് സൈഡിലോട്ടും ട്രെൻഡിങ് ആകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോകാം. 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ ഇന്നലെ ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു മാർക്കറ്റ്. നമ്മൾ ഈ ഒരു ലെവലിന് താഴോട്ട് 25,610 താഴോട്ട് 15 മിനിറ്റ് ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ മാർക്കറ്റ് അതുവരേക്കും വന്നില്ല. ഏകദേശം ഇവിടെ ഈ ഒരു ബേസ് ക്യാൻഡിൽ നമുക്കൊരു ബൈയിങ് പ്രഷർ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നതാണ്. കൃത്യമായിട്ട് ആ ഒരു ലെവലിൽ തന്നെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി ഇതിന് മുകളിലോട്ട് ക്ലോസിങ് വന്നെങ്കിലും പിന്നെ നെക്സ്റ്റ് അവസാനത്തെ അരമണിക്കൂറിൽ മാർക്കറ്റിൽ വീണ്ടും ഒരു ഫോൾ ഉണ്ടായി. ഇന്നത്തെ ലെവൽസ് ഇന്നലത്തെ ഈ ഒരു ഹൈ മുകളിലോട്ട് 25,630 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ തന്നെ ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് വീണ്ടും ഒരു റെസിസ്റ്റൻസ് നമുക്ക് ഇന്നലെ വന്നിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ചിലപ്പോൾ താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മുകളിലോട്ട് കൃത്യമായിട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രം 25,681 മുകളിലോട്ട് ബ്രേക്കൗട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രം മുകളിലോട്ട് എൻട്രി നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വലിയൊരു റാലിക്ക് സാധ്യതയുണ്ട്. 25,681 മുകളിലോട്ട് 15 മിനിറ്റിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 25,760 വരയ്ക്കും മാർക്കറ്റ് മുകളിലോട്ടൊരു റാലി നടത്താൻ സാധ്യത വളരെ കൂടുതലാണ്. താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,475 ഏകദേശം 180 പോയിന്റിൻ്റെ ഒരു സൈഡ് വൈസ് ഒരു കൺസോൾട്ടേഷൻ ഏരിയ ആണിത്. ഇതിനിടയ്ക്ക് ഇൻട്രാഡേ ചാർട്ട് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക. മാർക്കറ്റ് ഇതിനകത്ത് തന്നെ മിക്കവാറും വീണ്ടും ഒരു കൺസോൾട്ടേഷനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസം രണ്ട് സൈഡിലോട്ടും ചിലപ്പോൾ ഈ ഒരു റേഞ്ചിനുള്ളിൽ വീണ്ടും ഒരു റാലി നടത്താൻ സാധ്യതയുണ്ട്. ഈ ഒരു റേഞ്ചിൽ കൺസോൾട്ടേഷൻ നടക്കുന്നതെന്ന് പറയുന്നത് മാർക്കറ്റിന് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാർക്കറ്റ് താഴോട്ട് പോകാണ്ട് 25,475 താഴോട്ട് ബ്രേക്ക് ഔട്ട് ആകാണ്ട് മാർക്കറ്റ് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇവിടെ ഒരു ബൈയിങ് പ്രഷറിനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് കാരണം വലിയൊരു ഡൗൺ ട്രെൻഡ് കഴിഞ്ഞ് നിൽക്കുന്നതാണ്, ഒരു കൺസോൾട്ടേഷൻ ഏരിയയിൽ നിൽക്കുന്നതാണ്. ഏകദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾ ടൈം ഹൈ അടിച്ചിട്ട് ഇവിടെ നിന്ന് വന്ന വരവാണ്.
ഇവിടെ നിന്ന് വന്നിട്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്നാണ് സപ്പോർട്ട് എടുത്ത് കയറിയത്. ഇവിടെ നിന്ന് വന്നതിന് ശേഷം ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറിയതിന് ശേഷം വീണ്ടും ഈ ഒരു ഏരിയയിൽ വന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു ബൈയിങ് പ്രഷർ മാർക്കറ്റിന് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ഡൗൺ ഫോളിന് ശേഷം ഉണ്ടാകുന്ന ഒരു കൺസോൾട്ടേഷൻ ട്രെൻഡ് മാറാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. എങ്കിലും 25,475 സപ്പോർട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ പിന്നെ ഒരു സ്ട്രോങ് സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഏകദേശം 25,300-320 ഏരിയയാണ്. ഈ ഒരു ഏരിയയിലൊക്കെ ആയിരിക്കും മാർക്കറ്റ് പിന്നെ ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയ. അപ്പം 25,475 ഇന്നത്തെ ദിവസം താഴോട്ട് എപ്പോഴെങ്കിലും ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,474 എപ്പോഴെങ്കിലും താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ഒരു എൻട്രി എന്ന് പറയുന്നത് 25,320 ഏകദേശം 180 പോയിന്റിൻ്റെ ഒരു സപ്പോർട്ടാണ് താഴോട്ട് വരുന്നത്. എങ്കിലും ഇടയ്ക്ക് നമ്മുടെ ഇൻട്രാഡേ ലെവൽസ് നോക്കുക. ഇതിനിടയിലുള്ള ഇൻട്രാഡേ ലെവൽസ് നോക്കിയിട്ട് ടാർഗറ്റ് വയ്ക്കാൻ നോക്കുക. ഇത് വന്നിട്ട് മെയിൻ 15 മിനിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് 25,320 എന്നുള്ളത്. എങ്കിലും 25,475 താഴോട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ടാർഗറ്റിന് ഇരിക്കരുത്. നമ്മുടെ ഇൻട്രാഡേ ചാർട്ട് നോക്കിയിട്ട് ടാർഗറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. ഇൻട്രാഡേ ചാർട്ടിൽ ഇന്നലത്തെ ദിവസം മാർക്കറ്റിൽ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുകളിലൊരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് CPR വരേക്കും പോകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലൂടെ നോക്കണം. ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്കൗട്ട് കിട്ടി ക്ലോസിംഗ് വന്നത് സപ്പോർട്ടിന് താഴെയായിരുന്നു. മാർക്കറ്റ് പിന്നെ അടുത്തൊരു സപ്പോർട്ട് ലെവലിൽ നിന്ന് മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്ത് ക്ലോസിംഗ് വന്നു. അതുകൊണ്ടാണ് ഇന്ന് നേരെ CPR വന്നിരിക്കുന്നത്. 25,573 തൊട്ട് 25,582 വരെയാണ് CPR വരുന്നത്. ഏകദേശം 9 പോയിന്റിൻ്റെ CPR ആണ്. മാർക്കറ്റ് മിക്കവാറും ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ട്രെൻഡിങ് ആകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് മാർക്കറ്റിൽ. എനിക്ക് കൃത്യമായിട്ടൊരു വ്യൂ ഇല്ല. കാരണം എൻ്റെ അനലൈസ് പ്രകാരം ഞാൻ കുറേ ചാർട്ട് ഇന്നത്തെ ഇതിന് വേണ്ടിയിട്ട് അനലൈസ് ചെയ്തതിൽ 2 വ്യൂ ആണ്. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലോട്ട് പോയേക്കും. ഒരു ഗ്യാപ്പ് അപ്പ് ആണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ ആദ്യത്തെ റെസിസ്റ്റൻസിൽ നിന്ന് തന്നെ ഒരു റിജക്ഷനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എനിക്കൊരു വ്യൂ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ 2 സൈഡിലോട്ടും ലെവൽസ് വരച്ചിട്ടുള്ളത്. മാർക്കറ്റ് CPRന് മുകളിലൊരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,661, 25,673 വരയ്ക്കും മാർക്കറ്റ് കയറിപ്പോയിട്ട് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ 25,514, 25,498 ശ്രദ്ധിക്കുക. ഈ രണ്ട് ലെവലും മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു കൺസോൾട്ടേഷൻ ആദ്യത്തെ സെഷനിൽ ചിലപ്പോൾ ഒരു കൺസോൾട്ടേഷന് സാധ്യതയുണ്ട്. മുകളിലോട്ട് 25,661, 25,673 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,729, 25,747 വരേക്കും നോക്കാം. താഴോട്ട് 25,514, 498 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,424, 25,406 വരയ്ക്കും ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എക്സ്പയറി ആണ്. കൃത്യമായിട്ട് ലെവൽസ് നോക്കിയിട്ട് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ലിങ്ക് താഴെ ഉണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്